കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഇപ്പം ചെനാക്കലയിലുള്ളത് അറിയാലോ. കഴിഞ്ഞ ദിവസം നമ്മൾ എക്സ്പ്ലോർ ചെയ്തത് ട്രോയ് ആയിരുന്നു. ഇപ്പം നമ്മുടെ ഇസ്താംബൂൾ ചെനാക്കല ഒരു 300 സംതിങ് കിലോമീറ്റർ റൈഡ് ചെയ്തിട്ട് വന്നു. മൊത്തം 400 കിലോമീറ്റർ ഓടി. ഇന്ന് നമ്മൾ പോകുന്നത് ഇസ്മീറിലേക്കാണ്. ഇസ്മീർ എന്ന് വെച്ചാൽ ചെനാക്കലയിൽ നിന്നും നേരെ താഴെ കോസ്റ്റൽ ഏരിയയിലാണ് ഇസ്മീർ വരുന്നത്. ഇസ്മീറിലേക്ക് ഇവിടുന്ന് ഏകദേശം 300 കിലോമീറ്റർ ഡ്രൈവ് ഉണ്ട്. കോസ്റ്റൽ റോഡാണ്, അതുകൊണ്ട് തന്നെ നല്ല കാറ്റൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. വണ്ടി രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് ലെവലാക്കിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ അറിയാലോ, ഈസി ഫെയർ എൻ്റെ കമ്പനിയുടെ കീഴിൽ ഓൺ ആപ്പാണ്, ഫ്ലൈറ്റ് ബുക്കിംഗ് ആപ്പാണ്. ലോഞ്ച് ചെയ്തിട്ടില്ല, ഈ ആഴ്ച ലോഞ്ച് ആവും. വന്നു കഴിഞ്ഞാൽ എല്ലാവരും അതൊന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. ഇപ്പം ഈസി ഫെയറിന് പിന്നെ എന്താ പറയുക, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യണം. കാരണം ലോഞ്ചിങ്ങിനാണ് നമ്മളെ കുറിച്ച് ഗിവേഴ്സ് ഒക്കെ പ്ലാൻ ചെയ്തിട്ട്. എല്ലാവരും കീപ് സപ്പോർട്ടിങ് മീ. നമുക്ക് ഉഷാറാക്കാം. ഇസ്മീറിലെ കാഴ്ചകൾ കാണാം. മാക്സിമം വില്ലേജൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യും. അത് ക്ലൈമറ്റൊക്കെ പോലേക്കും നല്ല തണുപ്പാണ് കേട്ടോ. പോവാം. അങ്ങനെ നമ്മൾ ചെനാക്കലിനോട് വിട പറയുകയാണ്. ഒരുപാട് സന്തോഷം, കാരണം ഒരു ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി. പിന്നെ വേറെ കാര്യം, ഞാൻ ആ എയർപോർട്ടിൻ്റെ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു ടൂർക്ക് ടെലികോമാണ് ഞാൻ അവിടെ സിം എടുത്ത് കാണിച്ചിട്ട് അടിപൊളിയാന്ന് പറഞ്ഞിരുന്നു. ശരിക്കും അല്ല, ഇന്നലെ എൻ്റെ ആ സിമ്മിൻ്റെ നെറ്റ് കണക്റ്റ് ആകുന്നില്ല. ഒരുപാട് കഷ്ടപ്പെട്ടു. ലാസ്റ്റ് പോയിട്ട് വോഡാഫോണിൻ്റെ സിം എടുത്തിട്ട് വന്നു. 200 റിയാൽ കൊടുത്തു, 25 GB വോഡാഫോണിൻ്റെ സിം എടുത്തു. ഓക്കെ, അതാ പെട്രോളില്ല. എല്ലാവരും തുർക്കിയിൽ വന്നു കഴിഞ്ഞാൽ ചെനാക്കല വരും കേട്ടോ. തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യണം. എന്നെ മറന്നു പോടെ. തുർക്കിയിൽ വന്ന് ചെനാക്കലൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ മല്ലുവിനെ ഓർമ്മിക്കണം എല്ലാവരും. ഒരു 40 കിലോമീറ്റർ കഴിഞ്ഞു. ഇത് എസിൻ എന്ന് പറഞ്ഞ ഒരു പട്ടണമാണ്, എസിൻ. അങ്ങനെയാണ് ഞാനിപ്പം ഗൂഗിൾ മാപ്പിൽ പേര് കണ്ടത്. ഈ വരുന്ന വഴിക്ക് മൊത്തം ഹൈവേ മാത്രമായിരുന്നു, വേറെ കാണിക്കാനൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ എവിടെയും സ്റ്റോപ്പ് ചെയ്യാതെ കാണിക്കാത്തത്. വെറും ഹൈവേ മാത്രം, വേറെ ഒന്നുമില്ല കേട്ടോ. ചില സമയത്ത് അങ്ങനെയാണ്, നമുക്ക് കാണിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഒന്നുമില്ല. എഡ്രമിറ്റ് ഐവാസിക് ഇസ്മീർ. എന്തിങ്ങനെ ഉരുണ്ട് കളിക്കുന്ന സാധനം? ചേ, ബൈക്ക് ഉരുളാൻ്റെ നിർത്തിക്കോ പച്ച. ഇവിടെ ഏത് ടൗണിൽ പോയി കഴിഞ്ഞാലും നല്ല വൃത്തിയാണ്. റോഡെല്ലാം നിങ്ങൾ കണ്ടോ? പോട്ടെ, അതെ, ഇങ്ങോട്ടൊക്കെ ഒരു കച്ചറ കണ്ടോ? ഇങ്ങോട്ടൊക്കെ കണ്ടോ നിങ്ങൾ? നല്ല വൃത്തിയല്ലേ ഇതൊക്കെ? നല്ല വൃത്തി ഇവിടെ, അതാണ് ഇത് മെയിൻ. പിന്നെ ഒരു ടൂറിസ്റ്റുകളൊക്കെ വരേണ്ട സ്ഥലങ്ങളാണ്. പക്ഷേ ഈ കോവിഡ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് ടൂറിസ്റ്റൊന്നും ഇല്ല. പോലീസ് പിടിച്ചു. Ehliyetini göster bana. Tourist. No Turk. Yeah. Driving license. International. India. 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 B. Motorcycle. This is RC book. Driving license? Yeah, this is driving license. O mu? International. Thank you. സംഭവം മൂപ്പർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് വായിച്ചിട്ട് ഒരു മണ്ണാങ്കട്ടിയും മനസ്സിലായിട്ട് എന്ന് മനസ്സിലായി. അതുകൊണ്ട് വേഗം വിട്ടോ തന്നെ. ഭയങ്കര സന്തോഷം കേട്ടോ.
പിന്നെ ഇവർ ഞാനിപ്പോൾ ഇത്ര ദിവസം ഓടിയിട്ട് ഇപ്പോഴാണ് പോലീസ് ചെക്ക് ചെയ്യുന്നത്. ടൂറിസ്റ്റുകൾക്ക് ശരിക്കും ഇവർ നല്ലൊരു വാല്യൂ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര സോ ഹാപ്പിയാണ്, കാരണം വെരി ഗുഡ് ആറ്റിറ്റ്യൂഡ്, നൈസ് പീപ്പിൾ. അവർ വന്നു, എൻ്റെ RC ചെക്ക് ചെയ്തു, അതുപോലെ IDP ചെക്ക് ചെയ്തു, പിന്നെ പൊക്കമെന്ന് പറഞ്ഞു, വരുന്നില്ല. പിന്നെ അതുപോലെ നമ്മൾ നാട്ടിലത്തെ പോലെയല്ല, നമ്മൾ വണ്ടി നിർത്തിയാൽ മതി, അവർ വന്ന് നമ്മുടെ വണ്ടിയിൽ അടുത്ത് വന്ന് ബാക്കി അവർ നോക്കിക്കോളും, നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലായി ഞാൻ പറഞ്ഞേ? ഇത് നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ വണ്ടി നിർത്തി നമ്മൾ ഇറങ്ങിപ്പോകണം. സർക്കുലർ പ്രകാരം ഈ പോലീസുകാർ നമ്മുടെ വണ്ടീൻ്റെ അടുത്തേക്ക് വരണം. പക്ഷേങ്കിൽ നമ്മുടെ നാട്ടിൽ നേരെ തിരിച്ചിട്ടാണ്, നമ്മൾ വണ്ടി നിർത്തി ഒരു എന്താ പറയുക അടിമകളെ പോലെ നമ്മൾ പോകണം. പക്ഷെ ഇവിടെ ഒന്നും വേണ്ട, യുവമാർ വരും ഇങ്ങോട്ടേക്ക്. ഇവിടെ മാത്രമല്ല, ഞാൻ പോയ ഒരുവിധം 99% രാജ്യങ്ങളിൽ നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ പോലീസുകാർ നമ്മുടെ അടുത്തേക്ക് വരും. സോ ഹാപ്പി. റോഡ് എന്ന് വെച്ചാൽ നല്ല പാലും വെള്ളം പോലത്തെ റോഡാണ്, ആരുമില്ല. പിന്നെ ഇത്ര നല്ല റോഡായിട്ട് കൂടി ഞാൻ എല്ലാ വണ്ടികളും ഓവർടേക്ക് പോകുന്നതല്ല, എന്നെ ആരും ഓവർടേക്ക് ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ ഇവർ അധികം ആരും അങ്ങനെ ഓവർ സ്പീഡിൽ പോകുന്നില്ല, അതാണ് അതിൻ്റെ സത്യം. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ എവിടെയെങ്കിലും സ്പീഡിങ് ക്യാമറാസ് ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടാവും. പക്ഷെ ആരും അങ്ങനെ സ്പീഡിൽ പോകുന്നില്ല. അതെ അപ്പുറം ഒരു കാർ വരും, നോക്കിയാൽ മെല്ലെ വരുന്നത്, വലിയ സ്പീഡൊന്നും ഇല്ല. അതും വോക്സ് വാഗണ്. ഇന്നലെ ഞാൻ കണ്ടു മറ്റേ മെഴ്സിഡീസിൻ്റെ അല്ല BMW കൺവേർട്ടബിൾ സ്പോർട്സ് കാർ, അവൻ വളരെ പതുക്കെ പോണേ. അവിടെ എന്തുകൊണ്ട് കേട്ടോ, ഒരു DSI എന്ന് കാണാം, ഡാമാണെന്ന് തോന്നുന്നു. കണ്ടോ DSI ഡാമാണെന്ന് തോന്നുന്നില്ല കാണുമ്പോൾ. റോഡുണ്ട്, പക്ഷേ അത് എൻട്രൻസ് എവിടെ അറിയില്ല. എൻട്രൻസ് കണ്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കയറി വരുന്നു. കാരണം ഇത് ഞാൻ ഇപ്പുറം ഉള്ളത്, ആ സാധനം ഉള്ളത് അപ്പുറമാണ്. അപ്പോൾ ഈ ഹൈവേ പോയിട്ട് മാത്രം അങ്ങോട്ട് പോകാനും പറ്റും. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടില്ല തുരങ്കം, ഇവിടെയും തുരങ്കത്തിൻ്റെ പണി നടക്കുന്നുണ്ട്. ഇത്രയും നല്ല റോഡുണ്ട്, അടിപൊളിയാണല്ലോ. എനിക്ക് തോന്നുന്നു ആ മലയുടെ താഴെ കൂടി പോകേണ്ട റോഡാണ് തോന്നുന്നത്. ഇവിടെ തുരങ്കം പണിയാനുള്ള ആർച്ചൊക്കെ ഉണ്ടാക്കാനുള്ളത്, അത് ഇവിടെ നിന്ന് തന്നെ ഇവരെ മിക്സ് ചെയ്യുന്ന, ഇവിടെ നോക്കിയാൽ കാണാം. കലിയോൺ ടണൽ ശാന്തി ചേച്ചിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ഒരു സ്ഥലത്ത് ഇപ്പോൾ മരങ്ങളൊക്കെ കാണാൻ തുടങ്ങിയെന്ന് കണ്ടോ. കുന്നുകൾ, മരങ്ങൾ, ഇത്ര ദിവസം നമ്മൾ കണ്ടതിൽ നിന്നും വളരെ വ്യത്യസ്തമായ കാലാവസ്ഥയാണ് ഇവിടെ. ഒരു ഫോറസ്റ്റ് പോലെയായി. ഇനി ഇവിടെ ഇതുപോലുള്ള സ്ഥലങ്ങൾ കണ്ടിന്യൂസ്ലി വരുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് അറിയാമോ, പെട്രോൾ സ്റ്റേഷൻ ഉണ്ടോ. അപ്പം എവിടെയെങ്കിലും സൈഡാക്കിയിട്ട് ഗൂഗിൾ മാപ്പിൽ കയറി നോക്കുക പെട്രോൾ സ്റ്റേഷനൊക്കെ ഉണ്ടോ. പെട്രോൾ സ്റ്റേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ വളരെ കെയർഫുൾ ആയിരിക്കണം. കാരണം എണ്ണ തീർന്ന അറിയാലോ വൈക്കാവും. ഇവിടെ നിന്നൊക്കെ വൈക്കായി കഴിഞ്ഞാൽ കിട്ടാനും ഞാൻ കാരണം ഈ പോകുന്ന മുഴുവനും കാറുകളൊക്കെയാണ്. ഇതിലൊക്കെ പെട്രോൾ ഊറ്റാൻ തന്നെ കഷ്ടപ്പെടാം. ബൈക്സ് ഒന്നും ശരി ഈ റൂട്ടിൽ ബൈക്സേ കാണുന്നില്ല, ഭയങ്കര റയറാണ്. ഇത് ചുരമാണെന്ന് കേട്ടോ തോന്നുന്നത്. ആ ടണൽ അവിടെ കേട്ടോ ഇതാകുന്നത്, അവിടെ അപ്പുറത്ത് വന്ന ടണൽ അവിടെയാണ് എൻ്റെ ആകുന്നത്. ചുരം പോലത്തെ റോഡായത്, സിംഗിൾ ലൈനാണ്. വളരെ കെയർഫുള്ളാണ്, ഭയങ്കര ഡേഞ്ചർ റോഡാണ്. ഓ ഓ ഓ ഓ നല്ല വളവാണല്ലോ. ഓ ഓ ഇവിടെ ചായക്കടേൻ്റെ ഒക്കെ ഏരിയ ഉണ്ട്. കുറച്ചപ്പുറം വേറെ കിട്ടുമോ നോക്കാം. ഇവിടെ ഷോപ്പിൽ ക്ലോസ് കേട്ടോ, അവിടെ ചെറിയൊരു ഷോപ്പേ ഓപ്പൺ ഉള്ളൂ, ബാക്കിയെല്ലാം ക്ലോസാണ്.
അയ്യോ അയ്യോ അയ്യോ, ഒരു അടിപൊളി കാഴ്ചയാണ്. കാരണം ദേ നമ്മളിപ്പോൾ കുന്നെല്ലാം കയറി വന്നു. നേരെ നോക്കി താഴെ നിന്നുള്ളത്, നേരെ നോക്കിയ കടലാണ് കേട്ടോ. അപ്പോൾ കടലിൻ്റെ സൈഡിൽ ഇതുള്ളത്. പിന്നെ ഇവിടെയൊക്കെ പവിഴപ്പുട്ടിൻ്റെ ടൈപ്പിലുള്ള കല്ലുകൾ കാണാം. ഇറ്റ് മീൻസ് ഇതൊക്കെ പണ്ട് കടലടിയിലായിരുന്നു. നല്ല വ്യൂ ആണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ക്യാമറേൻ്റെ ലെൻസിലേക്ക് കൂടി കാണുന്നതിനൊരു പരിമിതി ഉണ്ട്. പക്ഷേങ്കിൽ എത്ര വലിയ ക്യാമറയാണും അതിനേക്കാളും വലിയ പവറുള്ള സാധനമാണ് നമ്മുടെ കണ്ണുകൾ. അപ്പോൾ നേരിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മളൊരു കാര്യത്തിനെ പറ്റി 1000 തവണ കേൾക്കുന്നതിനേക്കാൾ ഒരു തവണ പോയിട്ട് കാണുന്നത് കേട്ടോ. കണ്ടോ വ്യൂ നോക്കി നിങ്ങൾ. അമേസിങ് വ്യൂ അല്ലേ. ജസ്റ്റ് ഞാൻ ഒരു ഐഫോണിൽ ഷൂട്ട് ചെയ്ത് സൂം ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു വ്യൂ ഉണ്ടോ നിങ്ങൾ? എങ്ങനെയുണ്ട്? ഇവിടെ കടൽ. വാവ്, കടലിൻ്റെ അപ്പുറം ഒരു ഇതുണ്ടോ, ഇവിടെ വെച്ചൊരു ദ്വീപൊക്കെ ഉണ്ട്, എന്താ അറിയില്ല. സൂപ്പർ 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 വ്യൂ കേട്ടോ. നമ്മൾ പോകേണ്ട റോഡായത് ഇതിൽ, ഇങ്ങോട്ടൊക്കെ നമുക്ക് പോകേണ്ടത്. ഇവിടെ ഒന്നും പറയില്ല കേട്ടോ. ഞാൻ വണ്ടി തിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ആരുമില്ല, ചുരം റോഡാണ് ഇത്. ശരിക്കും രാത്രി വരണ്ടേ, ഒരു മനുഷ്യനില്ലാണ്ട് രാത്രി ഒറ്റയ്ക്ക് വരണം. പിന്നെ ഇവിടെ ഒരുപാട് ബിയറിൻ്റെ കുപ്പികളുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ മദ്യപിക്കാനൊക്കെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് കുപ്പികളൊക്കെ ഇവിടെ ഉണ്ട്. സുഖം. ഇപ്പോൾ പോവല്ലേ, നല്ല കാറ്റ്, നല്ല തണുപ്പ്, കടൽ, ഇടയ്ക്കിടയ്ക്ക് പോകുന്ന വണ്ടികളുടെ സൗണ്ട് ഒക്കെ സൂപ്പറുണ്ട്. എന്താ സുഖം അല്ലേ. ഇതെല്ലാം ഓർമ്മകൾ, റിയൽ മെമ്മറീസ്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ലൈഫിൽ മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞതാണ് കാര്യം. കാരണം നമ്മളിപ്പം ചെയ്യുന്ന പ്രവൃത്തികളാണ് നമ്മുടെ ലൈഫിലെ നമ്മുടെ ഓർമ്മകൾ, നമുക്ക് മെമ്മറീസ്. അപ്പം നമ്മളിപ്പം വെറുതെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു അടിയും തല്ലും കുത്തുകൊണ്ടായി കഴിഞ്ഞാൽ അതായിരിക്കും നമുക്ക് വയസ്സാം കാലത്ത് ഓർമ്മിച്ചേക്കാൻ പറ്റുന്നത്. നേരെ മറിച്ച് നമ്മളിപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്തോലോ, നമുക്ക് വയസ്സാം കാലത്ത് നമുക്ക് ആ നല്ല കാര്യങ്ങൾ ഓർമ്മിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് നല്ല പോസിറ്റീവ്, ആ സമയത്ത് നമ്മുടെ പോസിറ്റീവ് ആയിരിക്കും. പിന്നെ നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങളെ കൊണ്ട് നമുക്ക് പോസിറ്റീവ് മാത്രമേ കിട്ടുള്ളൂ, അതും വേറെ കാര്യം. അപ്പം എല്ലാവരും ചെയ്യേണ്ടത്, നമുക്ക് ഇപ്പോഴത്തെ ലൈഫല്ല നാളെയാണ് ലൈഫ് എന്ന് ചിന്തിക്കുന്നവരോടാണെങ്കിൽ അവരോടും കൂടിയിട്ടാണ് നാളത്തെ ലൈഫിൽ ചിന്തിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ഇപ്പോഴത്തെ ലൈഫ് ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഒരു 10-45 വയസ്സെല്ലാം വെറുതെ വീട്ടിലിരിക്കുമ്പോൾ ഇങ്ങനെ ഓർമ്മിച്ച് വെക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നത്. അതാണ് ഞാൻ ചെയ്യുന്നത്. ആ ഒരു വ്യൂ നോക്കിയേ, നമുക്ക് സ്ട്രെയിറ്റ് കാണുന്നത് കടലാണ്. ഓക്കെ, ദ വേ ടു ദ സീ എന്നൊക്കെ പറയാം നമുക്ക് വേണമെങ്കിൽ, കടലിലേക്കുള്ള വഴി. ഇനി കുറച്ച് നമ്മുടെ യാത്ര കടലിൻ്റെ കരയിൽ കൂടെ ആയിരിക്കും. വ്യൂ പോയിൻ്റ് റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട് ഇവിടെ. ചെറിയൊരു വ്യൂ പോയിൻ്റ് റെസ്റ്റോറൻ്റ് ഉണ്ട്. അതുപോലെ താഴെ ഒരുപാട് കാഴ്ചകളുണ്ട്. പക്ഷേ റെസ്റ്റോറൻറ്റിൽ നിന്ന് ആൾക്കാരൊന്നുമില്ല, കംപ്ലീറ്റ് കാലിയാണ് ഉണ്ടോ. പക്ഷേ എങ്കിൽ ഇവിടുത്തെ 2:30 മണിക്ക് ഞാൻ എന്തായാലും സ്റ്റോപ്പ് ചെയ്യണം. 2:30 മണിക്കാണ് നാട്ടിലത്തെ 5 മണിയുടെ വീഡിയോ അപ്ലോഡ് ആകുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും സ്റ്റോപ്പ് ചെയ്യണം. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ടൗണുകൾ കാണാൻ പറ്റും കേട്ടോ, അങ്ങ് ദൂരയിൽ. അതുവഴി നമുക്ക് പോകേണ്ടത്. ചുരം ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ആ കാണുന്ന വഴിയോടെ നമുക്ക് എങ്ങനെ പോകേണ്ടത് ഇസ്മിറിലേക്ക്. അങ്ങനെ നമ്മൾ യവാസെത്തി. കുറേ സമയത്ത് കറക്കത്തിന് ശേഷം ഇപ്പോൾ സ്ട്രെയിറ്റ് റോഡ് കിട്ടി. ചെറിയൊരു പട്ടണമാണ്, ഈ കടൽക്കരയിലുള്ള പട്ടണമാണ്. പക്ഷേ എങ്കിൽ നല്ല നല്ല ബിൽഡിങ്ങുകളാട്ടോ, വലിയ വലിയ ബിൽഡിങ്ങുകളാണ്. അപ്പം ഈ ഫിഷിങ് എന്ന് പറയാൻ പറ്റില്ല, ഇവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ വരുമാനം ഉണ്ടായിരിക്കണം. ഇതൊക്കെ ATM ആണ്. ഇവിടെ ആൾക്കാർ പൈസ എടുക്കുന്നുണ്ടല്ലോ. അത്
ബൈക്കേഴ്സ് വളരെ കുറവാണ് കേട്ടോ, ചുരുക്കം മാത്രമേ കാണുന്നുള്ളൂ. ഇസ്താംബൂളിലൊക്കെ ഇഷ്ടംപോലെ ബൈക്കേഴ്സ് ഉണ്ടായിരുന്നു. ഇസ്താംബൂൾ കഴിഞ്ഞാൽ പിന്നെ ബൈക്കേഴ്സിൻ്റെ എണ്ണമൊക്കെ കുറഞ്ഞു തോന്നും. ഗ്രീനാണല്ലോ. ഇവിടെ ബഗി റൈഡൊക്കെ ഇവർ റെൻറ്റിന് കൊടുക്കുന്നുണ്ട്. ഇറ്റ് മീൻസ് ഇറ്റ്സ് എ ടൂറിസ്റ്റ് പ്ലേസ്. ഇത് പക്ക ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ഈ ഒരു ഡിസൈൻ കണ്ടോ നിങ്ങൾ? എന്ന് വെച്ചാൽ ഇടതുവശ ബിൽഡിങ്സിൻ്റെ അങ്ങ് മുകളിൽ വരെ കോൺക്രീറ്റ് മലകളെന്ന് കേട്ടില്ല, അതാണ് ഈ കാണുന്നത് കേട്ടോ. മുഴുവനും മലകളൊക്കെ തുറന്നവർ കോൺക്രീറ്റ് ആക്കിയിട്ടുണ്ട്. റെസ്റ്റോറൻ്റാണ്. ഇതൊക്കെ ആൾക്കാർ വരേണ്ട സ്ഥലങ്ങളാണ്. കൊറോണ അതിനെ പൊട്ടിപ്പോയതാണ്. ഓസൻസ് മംഗള മംഗൾ നമ്മളെ ഭാഷയാണല്ലോ. വെസ്പ ആ സൗണ്ടും ഒക്കെ വെസ്പൻ്റെ. അക്രപ്പോവിക്കാന്ന് പറഞ്ഞല്ലോ ഈ സൈഡിൽ കാണും ഒരു എന്താ പോക്കോൻ്റെ നല്ല സ്പീഡാട്ടോ. വെസ്പ സ്കൂട്ടറാണ് പോകുന്നത്. ജസ്റ്റ് അതിൻ്റെ എക്സോസ്റ്റ് ഞാൻ കാണിച്ചിടാം. യെസ്, അക്രോപോവിക്ക് എക്സോസ്റ്റും ടോപ്പ് ബോക്സിലും വെച്ചിട്ട് ഭയങ്കര മൊഞ്ചാക്കിന് കേട്ടോ. ആ ടോപ്പ് ബോക്സ് കിട്ടുവാണെങ്കിൽ ശരിക്കും വാങ്ങിയിട്ട് നാട്ടിൽ കൂടെ പോയാൽ വെസ്പ ഓണേഴ്സെല്ലാം വാങ്ങിപ്പോയിക്കോളൂ. ഞാൻ ആ എക്സോസ്റ്റിൻ്റെ സൗണ്ട് കേട്ടിട്ട് ഞാൻ പറഞ്ഞില്ല അക്രാപോവിക്കാണെന്ന്. അതാണ് വണ്ടിപ്രാന്തന്മാരൊക്കെ അങ്ങനെയാണ്. ഡും 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 ഡും. വലിയ വലിയ ബിൽഡിങ്ങുകൾ. എന്താ ഡെവലപ്മെൻറ്റ് എന്നൊക്കെ നിങ്ങൾ ഈ ബിൽഡിങ്സ് ഒക്കെ നോക്കിയേ. അതും ചെറിയൊരു പട്ടണമാണ്. ഞാൻ കണ്ടിടത്തോളം ചെറിയൊരു പട്ടണമാണ്. അവിടെയാണ് ഇത്ര വലിയ ഡെവലപ്മെൻറ്റ്സ് നമ്മൾ കാണുന്നത്. ഗവൺമെൻറ് ഏതായാലും അടിപൊളി ഗവൺമെൻറ് ആട്ടോ ഇവിടുത്തെ. ലൈറ്റിൻ്റെ ബോർഡ് കണ്ടോ? ഒരു ഓറഞ്ച് കളറാണ്, നല്ല കളർഫുൾ ആക്കിയിട്ടുണ്ട് ഇത്. സാഹിൽ സിറ്റലേരി ഭയങ്കര കണ്ടോ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ട്. എന്താ ഭയങ്കര അത്ഭുതം തോന്നിട്ട് ഇത് കാണുമ്പോൾ. കേട്ടോ ഇവിടെ മിഡിൽ ഇവിടെ ഗാർഡനൊക്കെ ഉണ്ട്. ഒരു കച്ചറയില്ല, ഒരു പ്ലാസ്റ്റിക് ഡപ്പ പോലില്ല, ഒന്നുമില്ല. നല്ല വൃത്തിയുണ്ട്. സ്ട്രൈറ്റ് റോഡ്, ഒരു വളവില്ല, ഒരു തിരിവില്ല. അതിനിടയിൽ എൻ്റെ ഹെൽമെറ്റിൻ്റെ ബാറ്ററി തീർന്നു. അപ്പം ഞാൻ അടുത്ത ബാറ്ററി കയറ്റുന്ന കേട്ടോ. 2-3 ബാറ്ററി സ്പെയർ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇന്ന് കുറച്ച് കൂടുതൽ എത്തിയിട്ട് കഴിഞ്ഞ ദിവസം വേഗം തീർന്നിരുന്നു. ഫൈൻ. ഇതാണ് ഏരിയ. ഇവിടെ എന്താ വെച്ചാൽ കണ്ടിടത്തോളം എന്താ പറയുക, നല്ല മണം, നല്ല ചാണകത്തിൻ്റെ ഒക്കെ ചളിയുടെ ഒക്കെ മണം വരുന്നത്. നമ്മൾ കർണാടകത്തിലൊക്കെ പോയാൽ എങ്ങനെ ഉണ്ടാവും ആ ഒരു ഫീലാട്ടോ. നിങ്ങൾ കണ്ടോ, ഞാൻ ഇങ്ങനത്തെ ഒരുപാട് ഫ്രെയിം ഞാൻ കാണിച്ചിട്ടുണ്ട് ബൈക്ക് വെച്ചിട്ട്. പക്ഷേ ആമിനായിരുന്നു മുമ്പ്. കർണാടകത്തിൽ അവിടെ ഇവിടെയൊക്കെ പോയാൽ ഇങ്ങനത്തെ ഫ്രെയിം ഉണ്ടാവും. ഒരു സൈഡ് ചെറിയൊരു കുന്നും മലയൊക്കെ, അതുപോലെ ഓപ്പോസിറ്റ് സൈഡ് ഇതേപോലെ പാടങ്ങളെല്ലാം ചളിക്കുളങ്ങൾ, അതിൻ്റെ ഒരു വൃത്തിയായിട്ട് സ്മെല്ല് ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത് വിൻഷീൽഡ് ഉണ്ടോ നിങ്ങൾ, ഇത് മുഴുവനും പ്രാണിയായിട്ടുണ്ടോ, മൊത്തം കച്ചറായിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ആയിട്ട്.
അതുകൊണ്ടാണ് ഞാൻ ക്ലിയർ ആയിട്ട് കാണാത്തത്. അതിനിടയിൽ ഇത് ഹെൽമെറ്റിൻ്റെ മുകളിലും ഒരു കാഷ്ടിച്ചിട്ടുണ്ട്. അതിപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് കഴുകണം, അല്ലെങ്കിൽ അങ്ങനത്തെ നമ്മൾ കച്ചറയാവും. വെള്ളം നമ്മുടെ അടുത്ത് കുടിക്കേണ്ട വെള്ളമില്ലേ. കാഷ്ടങ്ങളെ, എൻ്റെ കാട്ടങ്ങളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തണോ? മര്യാദയ്ക്ക് തോന്നിയില്ലേ ഞാൻ. നല്ല വൃത്തിയായിട്ടാ ഇപ്പോൾ. അപ്പോൾ പോവാം. ഇസ്മീറിലേക്ക് ഒരു 100 സംതിങ് കിലോമീറ്റർ ഉണ്ട്. മൊബൈലിൽ ഓഫായി, അവിടെ എത്ര കിലോമീറ്റർ ആണെന്ന് പറയാൻ പറ്റില്ല. കംപ്ലീറ്റ്ലി പ്രാണികളാണ് പറഞ്ഞില്ല. പാടത്തിൻ്റെ സൈഡിലൊക്കെ വന്നുകൊണ്ട് പാടത്തിൽ പ്രാണികൾ മൊത്തം വരുന്നുണ്ട്. പിന്നെ ഹെൽമെറ്റിലിട്ടുകൊണ്ട് എൻ്റെ മുഖത്തടിക്കുന്നില്ല. പക്ഷേ ഹെൽമെറ്റിൻ്റെ ഗ്ലാസും അതുപോലെ വിൻഷീൽഡും അതിൻ്റെ മിററും അതിൻ്റെ സൈഡും എല്ലാം കംപ്ലീറ്റ് പ്രാണികളെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് ഉള്ളത്. കേട്ടോ, ഇവൻ എൻ്റെ ഈ സൈഡുണ്ട്, ഈ സൈഡും പിന്നെ ഇവിടെയും എല്ലാ സ്ഥലത്തും ഒരു ഫ്രണ്ട് സൈഡിൽ കാറ്റടിക്കുന്ന എല്ലാ ഏരിയയിലും പ്രാണികളുണ്ട്. പോലീസുകാരാണ്, പക്ഷേ വളരെ കേട്ടോ ചിരിച്ചിട്ട് പൊക്കമെന്നൊക്കെ പറഞ്ഞുണ്ടോ. ഇത് എനിക്കൊരു ഹോട്ടലാണ്. ഫുഡ് കഴിക്കാം, വിശക്കാൻ തുടങ്ങി. സ്ഥലത്തിൻ്റെ പേരൊന്നും ചോദിക്കരുത്, കാരണം എൻ്റെ മൊബൈലൊക്കെ ഓഫ് ആയതുകൊണ്ട് സ്ഥലത്തിൻ്റെ പേരൊന്നും കിട്ടില്ല. ഇതൊരു സ്കൂൾ കേട്ടോ. ഇതാണ് ഏരിയ കേട്ടോ, കാണിച്ചിടാം. പിന്നെ ഇവിടെ ഒരാൾ കാലടിക്കുന്നുണ്ട് ട്രാക്ടറിന്, പഴയൊരു ട്രാക്ടറാണ്. അടിപൊളിയല്ലേ? നല്ല വെയിലാണ്, ചൂടില്ല, തണുപ്പില്ല, ചൂടില്ല, നല്ല പറഞ്ഞ മാറിപ്പോഴാണ്. റെസ്റ്റോറൻറ്റ് ഉള്ളിൽ പോയിട്ട് നമുക്ക് അത് ഞാൻ ഇതൊക്കെ ഒന്ന് അയച്ചിറക്കട്ടെ, കാരണം വെച്ചാൽ ഇത് ഭയങ്കര പ്രശ്നമാണ്, ഇരിക്കാൻ ഭയങ്കര പ്രശ്നമാണോ. അപ്പോൾ ഈ ജാക്കറ്റ് അയച്ചിറക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഫ്രീ ആയി. കഴുത്തിൽ കൊടുത്തെടുത്ത് മാറ്റി. Okay, half, yeah, half. One soup, one. Soup, one. One soup, one this, okay? Şimdi pardon, aranında. domates. Yellow. Okay. Yellow, okay, fine. Chicken? Ketchup, mayonnaise. All. Okay. And one soup, okay? Okay. ഭയങ്കര പ്രശ്നമാണ്, ലാംഗ്വേജ് ഭയങ്കര പ്രശ്നമാണ്. പക്ഷേ എങ്കിൽ ആംഗ്യ ഭാഷയുള്ളതുകൊണ്ട് എവിടെ പോലും നമുക്ക് ജീവിക്കാൻ പറ്റും. ഞാനിപ്പോൾ ആംഗ്യ ഭാഷയിലാണ് സംസാരിക്കുന്നത്. നേരം വെളുത്തിൽ ഒന്നും കഴിച്ചിട്ടില്ല, കാരണം കഴിക്കാൻ മൂഡില്ലായിട്ടല്ല, കഴിക്കാൻ എവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല, അതാണ് അതിൻ്റെ സത്യം. ഞാനിപ്പോൾ ഇവിടെ കുറച്ചിരുന്ന സമയത്തിൽ നോക്കട്ടെ. ഞാൻ സമയം നോക്കിയിട്ടില്ല. 1:30 മണിയായി. അടിപൊളി. നോക്കണ്ട, പുലിക്കുട്ടിയല്ല, ഉള്ളിലിട്ട് പിന്നെ ഇന്നർ കോഡാട്ടോ, തണുപ്പ് കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് മാത്രം എസ്കേപ്പായിട്ട് നല്ല ചൂടോടുകൂടി വരുന്നത്. പിന്നെ വലിയ തെറ്റ് പോലെ ഉണ്ട്. ഇത് സൂപ്പാണ്. ഇതിങ്ങനെ ചെറുനാരങ്ങ ഇങ്ങനെ പിഴിഞ്ഞിട്ട് വെറുതെ ചെറുനാരങ്ങ തന്നുകൊണ്ട് പിഴിയുന്നതിലും അപ്പുറം ഇപ്പുറം എന്താ ഉള്ളതെന്ന് എനിക്കറിയില്ല. അതിൻ്റെ നടുവിൽ എന്തൊക്കെയോ ഇട്ടിച്ചിട്ടുണ്ട്. ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് സ്പൂണിട്ട് ഇങ്ങനെ ഇളക്കി നമുക്ക് നോക്കാം. ഇങ്ങനെ ഹോം മെയ്ഡാണ്, ഇവിടുത്തെ സ്വന്തം ഹോം മെയ്ഡ് സൂപ്പാണ്. സംഭവം വലിയ എരിവൊന്നുമില്ല. എന്താ സാധനം എനിക്ക് മനസ്സിലാവുന്നില്ല. എരിവിന് വേണ്ടി ഇവിടെ മുളക് കൊണ്ടിട്ടുണ്ട്. ഇപ്പം നല്ല എരിവ് കേട്ടോ, മുളക് കടിച്ചിട്ടോ. ഇതാണ് സൂപ്പ്. അടുത്ത ഇവിടെ കിട്ടിയിട്ടുള്ളത് ഒരു ബ്രെഡും. ഇതിനുള്ളിൽ ഒന്നുമില്ല, മറ്റേ സാധനം അവർ ആക്കുന്നുണ്ട്. ഇത് മറ്റേ നമ്മൾ ഉക്രൈനിൽ പോയി തിന്നിട്ടില്ല, അതുപോലെ ഇരിക്കും ചിലപ്പം. പക്ഷേ ബ്രെഡിങ് അല്ലേ, ഈ ബ്രെഡ് എടുത്തിട്ട് ഇങ്ങനെ കടിക്കുക, എന്നിട്ട് സൂപ്പ് എടുത്തിട്ട് കുടിക്കുക.
അതന്നെ അപ്പം അടിപൊളി ടേസ്റ്റ് കേട്ടോ. മുളകും നല്ല കോമ്പിനേഷനാണ്. കുഴപ്പമില്ല. ഒരു സാധനം കൂടെ വരാനുണ്ട്, നമ്മുടെ സ്വന്തം സാൻഡ്വിച്ച് ബർഗറും കൂടെ വരാനുണ്ട്. അതും ഇതേപോലെ തന്നെ മുളകെല്ലാം കൂടി കടിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് സംഭവം കൊണ്ടുവന്നിട്ട്, പക്ഷേ മുളക് വേറെ തന്നെ മുളകാണ്, നാട്ടിൽ കിട്ടുന്ന പോലത്തെ മുളകൊന്നുമല്ല. മണ്ണിന്ന് പൊന്നിച്ച് പറയും കേട്ടോ, അജാ തരുക. ഇതാണ് സാൻഡ്വിച്ച്. താങ്ക് യു. ഇത് പോളീസാണ് കേട്ടോ, അടിപൊളി. ഒന്നും ഒരു രക്ഷയില്ല, കാരണം വലിയ ചൂടൊന്നുമില്ല. പക്ഷേ എങ്കിൽ കടിച്ചിരിക്കുന്ന വായിൽ കൊള്ളുക, അതിൻ്റെ വലുപ്പം കാണാം. Ja, het is ook een brood. ഓക്കെ, തിന്നിട്ടോ ഇതിലാണ്. ഓക്കെ, ഭക്ഷണം കഴിച്ചു. 30 റിയാലാണ് എക്സ്പെൻസ്. അത് ഇനിയിപ്പോൾ നമുക്ക് പെട്രോൾ അടിക്കണം. പെട്രോൾ അടിച്ചിട്ട് വേണം ഇവിടുന്ന് പോകണമെങ്കിൽ. 98 കിലോമീറ്റർ ഇസ്മീറിലേക്കുള്ളൂ. ഉച്ച സമയമായിട്ടില്ല, 2:30 മണിയായിട്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ നമ്മുടെ വീട് നാട്ടിൽ 5 മണിക്ക് കയറുമ്പം 2:30 മണി ഇവിടുത്തെ സമയമാണ്. അപ്പോൾ ഈ സമയത്ത് എഴുന്നേറ്റ് ലെവലാണ്. പിന്നെ ഇവിടെ നേരത്തെ കാറ്റടിക്കുന്നുണ്ടല്ലോ, ഫ്രീ ആണ്, ആർക്ക് വേണം വന്ന് കാറ്റടിക്കാം. കാറ്റടി മാത്രമല്ല, ഇവിടെ നമുക്ക് വണ്ടി കഴുകുകയും ചെയ്യാം. പൈപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്, കാരണം ഒരുപാട് വണ്ടികൾ ആ സമയത്ത് വന്ന് കഴുകുന്നുണ്ടായിരുന്നു. പെട്രോൾ പമ്പിൽ ഇങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഉള്ള വളരെ നല്ല കാര്യമാണ്. പിന്നെ അതുപോലെ അവിടുന്ന് വരുമ്പോൾ 100 രൂപ മീൻസ് 1000 രൂപേൻ്റെ പെട്രോൾ അടിച്ചിട്ട് വന്നതാണ്. ഇപ്പോൾ രണ്ടാമത് അടിക്കണം. ഒരു ദിവസം എന്തായാലും ഒരു 500 കിലോമീറ്റർ ഓടണമെന്നുണ്ടെങ്കിൽ 1500 കിലോമീറ്ററിന് പെട്രോൾ അടിക്കണം. ഇവിടെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഞാൻ പൈസ ചിലവാക്കുന്നത് പെട്രോളിനായിരിക്കും കേട്ടോ. റൂം ആകെ ഒരു ദിവസം 100 രൂപയൊക്കെ റൂം റെൻറ്റ് വരുന്നുണ്ട്. ഒരു ദിവസം 200 രൂപ ഉണ്ട്. ഇതോടെ മുതലാവുക 3000 രൂപ ഒരു ദിവസം എനിക്ക് എക്സ്പെൻസ്. അപ്പോൾ ഒരു മാസത്തേക്ക് 1 ലക്ഷം രൂപ അതിന് മാത്രമായിട്ടായി. ഇപ്പം വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.